ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഒരു മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇത് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ പാനിലേക്ക് തന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ കാലം വെക്കാനൊക്കെ ആണെങ്കിൽ എണ്ണ ഉപയോഗിക്കാം കേട്ടോ, നല്ലെണ്ണ. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 1/4 കപ്പ് വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടുക് ഉലുവയും പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ആവശ്യത്തിനുള്ള വിനാഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.